ഹോശേയയുടെ പുസ്തകം നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ വായിച്ചിട്ടുള്ളവർ കാണും, മനസ്സിലാക്കിയിട്ടുള്ളവർ കാണും. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹോശേയയുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയായിരുന്നു. ഹോശേയയുടെ പുസ്തകം ദൈവസ്നേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ചിത്രം നമുക്ക് കാണിച്ചു തരുന്ന ഒരു പുസ്തകമാണ്. ഈ ഹോശേയ എന്ന പ്രവാചകൻ ഈ ഇസ്രായേലിലെയും യഹൂദയിലെയും പല രാജാക്കന്മാരുടെ, പ്രത്യേകിച്ച് യഹൂദയിലെ പല രാജാക്കന്മാരുടെ പീരീഡിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പല ഒരു രാജാവ് ജെറോബിയാം സെക്കൻഡ് എന്ന് പറയുന്ന രാജാവിൻ്റെ സമയത്തുമാണ് പ്രവചിച്ചത്. ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലെ ആദ്യത്തെ പുസ്തകമാണ് ഈ ഹോശേയയുടെ പുസ്തകം. ഒരു 25 വർഷക്കാലം ഇദ്ദേഹം വളരെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ ഒരു പ്രവാചകനാണ്. നമ്മളിതിനെ ഒരു ഡിവിഷനായിട്ട് തിരിക്കുവാണെങ്കിൽ ആദ്യത്തെ 1 മുതൽ 3 വരെയുള്ള ചാപ്റ്ററിൽ എന്തുവാണ് ഹോശേയയുടെ പുസ്തകം എന്ന് പറയുന്നതിൻ്റെ ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. 4 മുതൽ 11 വരെയുള്ളത് ഒരു സെക്ഷനാണ്. അത് പ്രവാചക ശബ്ദം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും 12 തൊട്ട് 14 വരെ. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ബുക്ക് ഓഫ് ഹോശേയ. ആൻഡ് ഇഫ് യു ക്യാൻ ഡിവൈഡ് ദിസ് ബുക്ക് ഇൻ ദിസ് വേ, ചാപ്റ്റർ 1 to 3 ഇറ്റ്സ് ഓവറോൾ പിക്ചർ വി വിൽ ഗെറ്റ് അബൌട്ട് ഫ്രം ദ ബുക്സ്. ആൻഡ് 4 to 11 is talk about, it is the prophecy and the prophetical writings or prophecy of Hosea. അവിടെ ടോക്കിംഗ് അബൌട്ട് ജഡ്ജ്മെൻറ്റ്, റെസ്റ്റോറേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 12 തൊട്ട് 14 ഏകദേശം ആ കാര്യങ്ങളാണ്. ഇതിനകത്ത് 11-ാമത്തെ അധ്യായവും 14-ാം അധ്യായവും വീണ്ടും ടോക്ക് അബൌട്ട് കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തെക്കുറിച്ച് 11-ലും 14-ലും വി ക്യാൻ സീ ദ ഗോഡ്സ് ലവ് ആൻഡ് ദൈവം എങ്ങനെയാണ് ജനങ്ങളെ ഒരു മാനസാന്തരത്തിലേക്കും ഒരു റെസ്റ്റോറേഷനിലേക്കും കൊണ്ടുവന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ഈ ഹോശേയയുടെ ഈ പ്രവാചകൻ്റെ ഒരു പ്രത്യേകത, മറ്റ് നമ്മൾ പ്രവാചകന്മാരിൽ നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തോട് ദൈവം പറയുന്ന ചില വളരെ അൺയൂഷ്വലായിട്ടുള്ള, സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലാത്ത ചില കാര്യങ്ങൾ ഈ മനുഷ്യനോട് പറയുന്നുണ്ട്. അത് അതേപോലെ തന്നെ അദ്ദേഹം അനുസരിക്കുന്നു. അതിൽ കൂടെ ഒരു ലെസൺ ഈ ജനങ്ങൾക്കെല്ലാം കൊടുക്കുകയാണ്. കാരണം ഈ ഒരു 8th century ആ ഒരു സമയമായപ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഇസ്രായേലിൽ ഈ ജെറോബിയാം എന്ന് പറയുന്ന ആ രാജാവിൻ്റെയൊക്കെയും സെക്കൻഡ് വാഴ്ചയുടെ സമയത്തൊക്കെ ഇസ്രായേൽ ജനം വിഗ്രഹ ആരാധനയിലേക്ക് കടന്നുപോയി. അവർ ഏതൊക്കെ കാര്യങ്ങൾ നേരത്തെ ഉപേക്ഷിച്ചവരായിരുന്നോ, അല്ലെങ്കിൽ യഹോവ മാത്രം ദൈവമെന്ന് പറഞ്ഞ് പോയവരാണോ, അവർ വീണ്ടും ബാലെന്ന് പറയുന്ന അന്നത്തെ ദൈവത്തിന്, അവർ ഉണ്ടാക്കിയ ദൈവത്തിന് ധൂപം കാട്ടുകയും അങ്ങനെയുള്ള പല വിധത്തിലുള്ള വിഗ്രഹ ആരാധനകളിലേക്കൊക്കെയും കടന്നുപോയ സമയങ്ങളുണ്ട്. ആ സമയത്ത് അതിനെതിരായിട്ട് ശക്തമായിട്ട് പറയുവാനായിട്ട് ഈ പ്രവാചകനോട് ഈ ദൈവം പറഞ്ഞു, നീ ചെന്നിട്ട് ഒരു വ്യഭിചാരിണിയായ സ്ത്രീ, അല്ലെങ്കിൽ അവൾ കല്യാണം ഹോശേയ കഴിച്ചപ്പോൾ വ്യഭിചാരിണിയാണോ എന്നറിയത്തില്ല, എന്നാൽ അവിശ്വസ്തയായ ഒരു സ്ത്രീ, നമുക്കത് വ്യക്തമല്ല, അത് ആഫ്റ്റർ ദ മാരേജ് ഓർ ബിഫോർ ദ മാരേജ്, എങ്ങനെയാണേലും അങ്ങനെ ഒരു സ്ത്രീയെ എന്ത് ചെയ്യണം, നീ വിവാഹം കഴിക്കണം. മാത്രമല്ല ഈ വിവാഹത്തിൽ ഈ ഹോശേയയ്ക്ക് മക്കളുണ്ടാകുന്നു. ഈ മക്കളുടെ പേരുകൾ പോലും ഇസ്രായേലിനൊരു സന്ദേശമായിട്ട് ഹോശേയ കൊടുക്കുന്നു. ഒന്നാമത് ഉണ്ടായ മകൻ ജസ്രീലിന് അതിൻ്റെ പേരിൻ്റെ അർത്ഥം ഗോഡ് സോസ്, അല്ലെങ്കിൽ ദൈവം ജഡ്ജ് ചെയ്യും. ജസ്രീൽ എന്ന് പറയുന്നത് ജസ്രീൽ വാലിയിൽ വെച്ച് അന്നത്തെ ഈ രാജാവും ആൾക്കാരും എല്ലാവരും, യേഹു എന്ന് പറയുന്ന രാജാവ് ഒത്തിരി രാജ്യത്തിലെ പ്രധാനികളെയൊക്കെയും കൊന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊരു റിമൈൻഡറായിട്ട് ഇസ്രായേലിന് കൊടുക്കുകയാണ്, ഈ ഒരു മകൻ ഉണ്ടായതോടെ നിങ്ങൾ അന്ന് ചെയ്ത ആ പ്രവൃത്തികൾക്കൊക്കെയും ദൈവം ഒരു പകരം ചോദിക്കുന്ന ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ജഡ്ജ്മെൻറ്റ് കടന്നു വരാനായിട്ട് പോവുകയാണ്. വീണ്ടും ഒരു മകളുണ്ടാവുമെന്ന് നമ്മൾ വായിക്കുന്നു. ഈ
ഈ പറയുന്ന ഈ അവിശ്വസ്തത കാണിച്ച ആ സ്ത്രീയിൽ കൂടെ നോ മേഴ്സി എന്ന് ആ മകൾക്ക് പേരിടുന്നു, കരുണ ലഭിക്കാത്തവൾ. അപ്പോൾ ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങൾ ഈ വഴികളൊക്കെയും വിട്ട് എന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ പോയത് കൊണ്ട് നിങ്ങൾക്ക് കരുണ ലഭിക്കത്തില്ല. എന്നാൽ ഇതെല്ലാം പറഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് കരുണ തരുന്നവനായ ഒരു ദൈവത്തെയും ആ ദൈവത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതിന് ലോരുഹമ്മ എന്ന് ഭാഷയിൽ, എബ്രായ ഭാഷയിൽ പറയുന്നു. വീണ്ടും ഒരു മകൻ ജനിക്കുന്നു. ആ മകന് പേരിട്ടു നോട്ട് മൈ പീപ്പിൾ, ലോ അമ്മി. ലോ അമ്മി എന്ന് പേരിടുന്നു, നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് പറയുന്നു. അപ്പോൾ കർത്താവിൽ നിന്ന് അകന്നുപോയ ജനത്തെ വീണ്ടും കർത്താവിലേക്ക് നയിക്കുവാനായിട്ട് ദൈവം ഈ പ്രവാചകനോട് പറഞ്ഞു ഒരു കാര്യം. ഒരു വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ എന്ത് ചെയ്യുന്നു? വിവാഹം കഴിക്കുന്നു. അവരിൽ കൂടെ ഉണ്ടാകുന്ന മക്കൾക്ക് പേരിടുന്നു. ആ പേരുമല്ല ഒരു സിംബോളിക്കായിട്ട് ചില അർത്ഥങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾക്ക് കരുണ നിങ്ങൾ ലഭിക്കാത്തവരാണ് ജനമായി വരുന്നു. നിങ്ങൾ എൻ്റെ ജനമല്ല, എൻ്റെ ജനമെന്ന് പറഞ്ഞ് അവരോട് പറയുന്നു, എൻ്റെ ജനമല്ല എന്ന് പറയുന്നു. ഇനി നമ്മൾ ഈ 1 മുതൽ 3 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞെങ്കിലും നമ്മൾ വീണ്ടും കാണുന്നൊരു കാര്യം, ഈ ഹോശേയ, ഞാൻ പറഞ്ഞല്ലോ, കല്യാണം കഴിച്ച ഈ അവിശ്വസ്തത കാണിച്ച ഈ സ്ത്രീയെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒരിക്കൽ അവിശ്വസ്തയായിരുന്ന ഈ സ്ത്രീയെ വിവാഹം കഴിച്ചു. അത് തന്നെ ദൈവത്തിൻ്റെ ഒരു സ്നേഹം കാണിക്കുവാണ്. അതിൽ കൂടെ ദൈവം ചില കാര്യങ്ങൾ പറയുന്നു. എന്നാൽ വീണ്ടും അവൾ മറ്റു വഴികളിലേക്ക് പോകുമ്പോഴത്തേക്ക് അവളെ വീണ്ടെടുക്കുന്ന, അവളെ ചില പൈസ കൊടുത്തുകൊണ്ട്, അന്നത്തെ ചില എമൗണ്ട്, അന്ന് ആവശ്യമുണ്ടാകുന്ന ഒരു മണി കൊടുത്തുകൊണ്ട് ഒരു അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതായിട്ടും നമ്മൾ ഇവിടെ കാണുന്നു. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ ഹോശേയെക്കുറിച്ചുള്ള, ഹോശേയുടെ ഈ പുസ്തകത്തിൽ നല്ല ബ്യൂട്ടിഫുൾ മൂവീസ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് ഞാൻ കണ്ടത്, ഈ സ്ത്രീ വീണ്ടും തെറ്റിലേക്ക് പോകുന്നു. തെറ്റിലേക്ക് പോയി അവൾ വേറൊരു വലിയ റിച്ചായ ഒരു മനുഷ്യൻ്റെ ഭാര്യയായിട്ട് തീരുന്നു. പക്ഷേ അവിടെ അവൾക്ക് സ്വസ്ഥതയില്ല. അവൾ പിന്നെ അവിടുന്ന് അദ്ദേഹം ഇവരെ പീഡിപ്പിക്കുകയും ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയൊക്കെയും ചെയ്യുന്നു. അങ്ങനെ അവളെ ഇപ്പോൾ ഒരു അടിമ ചന്തയിൽ നിൽക്കുന്നു. അവളെ വിൽക്കാനായിട്ട് പോവുകയാണ്. വിൽക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഈ പ്രവാചകൻ ചെന്നിട്ട് പണം കൊടുത്ത് ഇവളെ വീണ്ടെടുക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നു, ആ മൂവിയിൽ കാണുന്നു. അതുതന്നെയാണ് നമ്മൾ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിലും നമ്മൾ വായിക്കുന്നത്. നിങ്ങളൊന്ന് ആ 3-ാം അധ്യായം ഹോശേയയിൽ എടുത്ത് ഒന്ന് വായിക്കാമോ? വീണ്ടെടുക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് 3-ാം അധ്യായം. അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അങ്ങനെ ഞാൻ അവളെ 15 വെള്ളിക്കാശിനും 1.5 ഹോമർ യവത്തിനും വാങ്ങിച്ച് അവളോട്, നീ ബഹുകാലം അടങ്ങിപ്പാർക്കണം. ഓക്കെ, അങ്ങനെ ഞാൻ അവളെ 15 വെള്ളിക്കാശിനും 1.5 ഹോമർ യവത്തിനും മേടിച്ചു. അപ്പോൾ അവിടെ ഞാൻ കണ്ട ആ ഒരു പിക്ചറിൽ ഒരു ലേലം വിളിക്കുമ്പോൾ എല്ലാവരും ചെറിയ മണിയൊക്കെ പറയുമ്പോഴത്തേക്ക് ഹോശേയ വന്നിട്ട് ഏറ്റവും തൻ്റെ കയ്യിലുള്ള ഏറ്റവും അധികമുള്ള പണം, ഇപ്പോൾ എഴുതിയിരിക്കുന്നത് ഈ 1.5 ഹോമർ യവവും 15 വെള്ളിക്കാശും കൊടുത്തുകൊണ്ട് ഇവളെ വീണ്ടും റെഡീം ചെയ്യുന്നതായിട്ട് കാണുന്നു. ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും തോറും ഞാൻ നിങ്ങളുടെ പുറകെ വരുന്നവനായൊരു ദൈവമാണ്. നിങ്ങളെ പുറകെ വന്ന് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ ഞാൻ വീണ്ടെടുക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നത്. എത്ര പേരെ ഒക്കെ അങ്ങനെ സാധിക്കും? അങ്ങനെ സ്നേഹിക്കുമെന്ന ആരുണ്ട്? നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും മാനുഷികമായിട്ട് ആളുകളെ നമ്മൾ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ വീണ്ടും പുറകെ നടന്നിട്ട് വീണ്ടും തൻ്റെ ഭാഗത്തോട്ട്
വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം. നമ്മൾ ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ഈ പുസ്തകത്തിൽ നിന്ന് ദൈവത്തെക്കുറിച്ച് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഗോഡ്സ് ലവ് ഈസ് അൺകണ്ടീഷണൽ ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്. ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന. വ്യവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യവസ്ഥയുണ്ട്. നമുക്ക് വ്യവസ്ഥ അതിനെ നമ്മൾ അങ്ങനെ ഒന്ന് കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കുവാണെങ്കിൽ ദൈവം ഒത്തിരി വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്, വ്യവസ്ഥകളൊക്കെ ചെയ്യണം. പക്ഷേ വ്യവസ്ഥകൾ പറയുമ്പോഴത്തേക്കും വീണ്ടും വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച ഈ ജനം ദൈവത്തെ മറന്നു, ദൈവത്തിൻ്റെ വഴികളെല്ലാം വിട്ട് അവർ പോയി. എങ്കിലും വീണ്ടും കർത്താവ് പറയുകയാണ് ഈ ഹോശിയയുടെ ജീവിതത്തിൽ കൂടെ, ഞാൻ ജനങ്ങളെ വീണ്ടും സ്നേഹിക്കുന്നു, വീണ്ടും ഞാൻ നിങ്ങളുടെ പുറകെ വന്ന് നിങ്ങളെ സ്നേഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളൊരു കാര്യം മറക്കണം, ഒരു കാര്യം മറന്നു പോകരുത്. ദൈവം എപ്പോഴും നമ്മുടെ പുറകെ ഇങ്ങനെ ഉണ്ട്. ദൈവത്തിനെല്ലാം അറിയാം, നമ്മുടെ എല്ലാ ചെയ്തികളും സ്വഭാവങ്ങളും ഒക്കെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ നീതിപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. എങ്കിലും ദൈവം വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നത് കം ബാക്ക്, മകനെ നീ തിരിച്ചു വാ, തിരിച്ചു വാ, തിരിച്ചു വാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് ദൈവവും ഈ ദൈവജനവും തമ്മിലുള്ളൊരു ബന്ധമെന്ന് പറയുന്നത്. ദൈവത്തിന് ഒരിക്കലും ഈ ജനങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല. ദൈവം വീണ്ടും വീണ്ടും ദൈവമാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് എന്ത് ചെയ്യുക, പുറകെ പോവുകയാണ്. അവരുടെ പുറകെ പോയിട്ട് പല രീതിയിൽ അവരെ വിളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്തോട്ട് നിങ്ങൾ മടങ്ങി വാ, മടങ്ങി വാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ സ്നേഹം തന്നെയാണ്, മറ്റൊന്നുമല്ല. യേശു ക്രിസ്തു ക്രൂശിൽ കാണിച്ച സ്നേഹമാണ്. ഈ സ്നേഹമാണ് പത്രോസിൻ്റെ മേലും യേശു കാണിച്ചത്, അല്ലേ? പത്രോസ് തള്ളി പറഞ്ഞപ്പോഴത്തേക്ക് യേശുവിൻ്റെ ആ നോട്ടം തന്നെ ദേഷ്യത്തോടെയല്ല, കോപത്തോടെയല്ല, സ്നേഹത്തിലും അണ്ടർസ്റ്റാൻഡിങ്ങിലുമായുള്ള ആ ഒരു നോട്ടം തന്നെ പത്രോസിനെ എന്ത് ചെയ്തു, മാനസാന്തരത്തിലേക്ക് നയിച്ചു. വീണ്ടും പഴയ ജോലിക്ക് പോയ പത്രോസിനും ശിഷ്യന്മാർക്കും വേണ്ടി പ്രഭാത സമയത്ത് പ്രാതലൊരുക്കിയിട്ട് യേശു കാത്തിരുന്നു. എന്നിട്ട് ആ സ്നേഹമൊന്ന് ഉറപ്പിച്ചു. വീണ്ടും ചോദിച്ചു, നീ എന്നെ ഇവരിൽ അധികമായിട്ടെല്ലാം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അത് ചോദിച്ച് 3 പ്രാവശ്യം പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ട് അതിന്മേലൊരു ഉറപ്പ് പ്രാപിച്ചു. അതേ കർത്താവ് തന്നെയാണ് ഈ നമ്മുടെ കർത്താവ്. ഈ പഴയ നിയമത്തിൽ കാണുന്ന ആ ദൈവസ്നേഹം തന്നെയാണ്, ആ ദൈവസ്നേഹത്തിൻ്റെ മൂർത്തിഭാവം തന്നെയാണ് നമ്മൾ യേശുവിൽ നമ്മൾ കാണുന്നത്. യേശു നമ്മളെ അതുപോലെ നമ്മളെ സ്നേഹിച്ചു. ഈ സ്നേഹമാണ് യേശു പഠിപ്പിച്ച ഉപമയിലും ഉള്ളത്. ഒരപ്പൻ ഇങ്ങനെ കാത്തിരിക്കുക, നഷ്ടപ്പെട്ട മകൻ വരുന്നുണ്ടോ, തിരിച്ചു വരുന്നുണ്ടോ എന്ന് കാത്തിരുന്നിട്ട് ദൂരേന്ന് കണ്ടപ്പോഴേ പ്രായമുള്ള അപ്പൻ അങ്ങോട്ട് ഓടി ചെന്നിട്ട് കഴുത്ത് കെട്ടിപ്പിടിച്ചിട്ട്, മകനെ വാ, നീ നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് തരുന്നു. അതിന് ഉറപ്പായിട്ട് അവൻ്റെ കയ്യിൽ മോതിരം ഇട്ട് കൊടുത്തിട്ട് നിനക്ക് നഷ്ടപ്പെട്ട എല്ലാ അധികാരങ്ങളും പദവികളും എന്ത് ചെയ്യുന്നു, ഞാൻ നിനക്ക് തിരിച്ചു തരുന്നു പറയുന്ന സ്നേഹം. ദൈവം ഇങ്ങനെ ആഗ്രഹിക്കുക എന്ന് നമ്മളൊന്ന് മടങ്ങി വരുമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം. നമ്മുടെ അവിശ്വസ്തതകളൊക്കെ ഒന്ന് മാറി, നമ്മുടെ ദൈവമായുള്ള ബന്ധത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ ഓജസ്സും പുഷ്ടിമയൊക്കെ ഒന്ന്, ആ ഒരു തിളക്കമൊക്കെ ഒന്ന് മങ്ങിപ്പോയതൊക്കെ ഒന്ന് വീണ്ടെടുത്ത് നമ്മൾ തിരിച്ചു വരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 4:9 നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം തൻ്റെ ഏകജാതനെ പുത്രനെ നവനാൽ ജീവിക്കേണ്ടത് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചത് തന്നെ. അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ആകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമോ. നമ്മളല്ല ആദ്യം സ്നേഹിച്ചത്, ദൈവം നമ്മളെ ഇങ്ങോട്ട് സ്നേഹിച്ചു. നമ്മുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയേ. യേശുവിനെ അറിയുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥകൾ എങ്ങനെയായിരുന്നു? ഇനി യേശുവിനെ അറിഞ്ഞ ശേഷവും നമ്മൾ ഏതൊക്കെ വഴികളിൽ മാറിപ്പോയി? വീണ്ടും നമ്മളോട് പറഞ്ഞു, കം ബാക്ക്, വാ, മടങ്ങി വാ. നമ്മളെ തകർത്ത് കളയാതെ, നമ്മളെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുത്തി കളയാതെ നമ്മളെ വിളിച്ച ദൈവത്തിൻ്റെ സ്നേഹം. എനിക്ക് വേറൊരു വാക്യം
ഈ യോഹന്നാന ലേഖനത്തിൽ ഇഷ്ടമാണ്. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ച് കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. റോമലേഖനത്തിൽ പറയും, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. നമ്മൾ എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ട്, നമ്മുടെ ഉള്ള അവസ്ഥകളെല്ലാം മനസ്സിലാക്കിയിട്ട് അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തു. രണ്ട് കാര്യങ്ങൾ നമ്മൾ അൺകണ്ടീഷണൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളോടുള്ളത് കുറഞ്ഞിട്ടില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം, ഉറപ്പിച്ച് എഴുതി വെക്കണം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളോടുള്ളത് അല്പം പോലും കുറഞ്ഞിട്ടില്ല. സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം, കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലായിരിക്കും മുന്നോട്ട് പോകുന്നത്, ചിലപ്പോൾ നമ്മൾ ചിന്തിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ലായിരിക്കാം, നമുക്ക് ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള പല കുറ്റബോധങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയായിരിക്കാം, പല വിധത്തിൽ നമുക്ക് ദൈവത്തോടുകൂടെ നടക്കണം ചിലപ്പോൾ തോന്നുന്നില്ല. പല കാര്യങ്ങളുണ്ടെങ്കിലും മറന്നു പോകാതിരിക്കുക. ദൈവസ്നേഹം നമ്മളെ വീണ്ടും മാടി വിളിക്കുന്നു. ദൈവസ്നേഹം പറയുന്നു, മടങ്ങുക, നീയൊന്ന് എൻ്റെ അടുത്തോട്ടൊന്ന് വന്നാൽ ഞാൻ നിൻ്റെ അടുത്തേക്കും വരും, നിനക്ക് ഞാൻ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരും എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അതിന് ഒരു കുറവും ഒരിക്കലും വന്നിട്ടില്ല. അതിൽ നമ്മുടെ സ്വഭാവമോ നമ്മുടെ പ്രവൃത്തികളോ ഒന്നും കണക്കിലെടുത്തല്ല, ആ സ്നേഹം അതുപോലെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആ സ്നേഹത്തോട് പ്രതികരിക്കണം. രണ്ടാമതായിട്ട്, ഈ ഗോമർ എന്ന് പറയുന്നതാണല്ലോ ആ ഒരു വ്യഭിചാരിണിയായ സ്ത്രീയെക്കുറിച്ച് നമ്മൾ കാണുന്നത്. നമ്മുടെ അടുത്ത് പോലും ഒത്തിരി ഗോമർമാരുണ്ട്. ആ ഗോമർമാരെല്ലാം ഈ ഒരു പ്രവൃത്തിയിലുള്ളവരാണെന്നല്ല, അല്ലെങ്കിൽ എല്ലാവരും വ്യഭിചാരികളാണെന്നല്ല. പക്ഷേ നമ്മുടെ അടുത്തെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ മേലാത്ത പല ക്യാരക്ടറുകളുള്ളവരും, നമ്മൾ പറഞ്ഞിട്ടും അനുസരിക്കാത്തവരും കേൾക്കാത്തവരും, നമ്മൾ എത്ര പറഞ്ഞിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നവരൊരു മാറ്റത്തിലേക്ക് വരാത്തവരുമായ ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മുടെ പ്രതികരണം അവരോട് എങ്ങനെയാണ്? നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവായിരിക്കാം, ഒരുപക്ഷെ ഭാര്യയായിരിക്കാം, ഒരുപക്ഷെ മക്കളായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന അവരൊന്ന് കർത്താവിനെ കുറച്ചും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അവർ ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതരായിരിക്കാം, നിങ്ങൾ എപ്പോഴും കാണുന്ന ചില ആൾക്കാർ, പറഞ്ഞിട്ടും വീണ്ടും കേൾക്കുന്നില്ലാത്തവരായ ആൾക്കാരായിരിക്കാം. ഞാനിപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണല്ലോ ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒത്തിരി പേര് ലഹരിക്കുള്ള ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് പോയ ആൾക്കാരൊക്കെ ചിലപ്പോൾ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ മടങ്ങി വരും. ഈ വീണ്ടും വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കണം നമ്മുടെ മനോഭാവം? അന്ന് ഇതെല്ലാം പറഞ്ഞതല്ലേ കേട്ടില്ല, എങ്ങനെയുള്ളതാണോ? തെറ്റിലേക്ക് പോകുന്നവരെ വീണ്ടും കർത്താവ് സ്നേഹിക്കുന്ന പോലെ പുറകെ നടക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മൾ അവരുടെ തെറ്റുകളെ അംഗീകരിക്കുന്നില്ല. നോ കോംപ്രമൈസ് അറ്റ് ഓൾ. ഒരു കോംപ്രമൈസുമില്ല, ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ഹൃദയം അവരോടുള്ള സ്നേഹം നമുക്കത് കുറയുന്നുണ്ടോ? നമുക്കിന്നും അവരെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു നമുക്ക് തിരിച്ച് കാണിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അടുത്തതായിട്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നത് ഗോഡ്സ് ജസ്റ്റിസ് ആൻഡ് മേഴ്സി, ദൈവത്തിൻ്റെ നീതി. ഈ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് നമ്മളത് പഠിക്കുമ്പം ഇവിടെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കണ്ടല്ലേ, ഇതേ സ്നേഹിക്കുന്ന ദൈവത്തിന് നീതിയുള്ള ദൈവമായതുകൊണ്ട് ദൈവത്തിന് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. നമ്മൾ ഇത് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അല്പം ഒരു തോന്നും, എന്താ ഇങ്ങനത്തെ സ്നേഹിക്കുന്ന ദൈവം? പക്ഷേ ഈ ഹോശിയ പറഞ്ഞ അതേ എല്ലാ ജഡ്ജ്മെൻറ്റും എന്ത് ചെയ്തു? അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിനുണ്ടായി.
അവർ അസീറിയയിലേക്ക് അവർ അടിമകളായിട്ട് വീണ്ടും പോകുന്നതൊക്കെയും നമുക്ക് ചരിത്രം കാണുന്നുണ്ട്. ദൈവം സ്നേഹവാനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ നീതിയിൽ സിൻസ് ഷുഡ് ബി പണിഷ്. പാപത്തിന് എന്തുണ്ട്? ഒരു പണിഷ്മെൻ്റ് ഉണ്ട്. പാപത്തിനല്ലെങ്കിൽ ഒരു കോൺസിക്വൻസസ് ഉണ്ട്. അത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളാരാണ്? യേശുക്രിസ്തുവിലുള്ള ആർക്കും ഇനി ക്രിസ്തുവേശുവിലുള്ളവർക്കിനി ശിക്ഷാവിധി ഇല്ല. നമ്മുടെ ആ ഒരു ശിക്ഷാവിധി എല്ലാം എന്ത് ചെയ്തു? മാറിയിരിക്കുന്നു. പക്ഷേ ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, കർത്താവിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ, ചിലപ്പോൾ ചെറിയ ചെറിയ അടികളൊക്കെ തന്ന്, അനിമാമ്മയുടെ ഭാഷയിൽ പറഞ്ഞ് ചെറിയ അടിയൊക്കെ തന്ന് നമ്മളെ ചിലപ്പോൾ ഇങ്ങനെ നടത്താറുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. എബ്രായലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ, അല്ലേ? ബാലശിക്ഷ എന്ത് ചെയ്യുന്നു? നമ്മൾ നിരസിക്കരുത്. ബാലശിക്ഷ കൂടാതെ ഒരാളെ വളർത്തുന്ന അവർ കൗടല്യന്മാരാണ്. അവർ മനുഷ്യരല്ലാത്ത വേറൊരു ആൾക്കാരാണല്ലോ. അതുകൊണ്ട് കാണുന്നതെല്ലാം ദൈവശിക്ഷയാണോ? അത് വേറൊരു വശമാണ്. ചില ആൾക്കാർ ഇല്ല, അയ്യോ ദൈവം എന്നെ ശിക്ഷിച്ചു, ഇപ്പം എന്നെ ദൈവം ശിക്ഷിച്ചിട്ടിരിക്കുക, കാണുന്നതെല്ലാം ദൈവം ശിക്ഷിക്കുക. അങ്ങനെയാണോ? എന്നല്ല. ഇതിനകത്ത് ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന ഇതിനകത്ത് കാര്യം, ഈ ഒരു കാര്യത്തിനകത്ത് ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞിട്ട്, നിങ്ങൾ 11-ാമത്തെ അധ്യായം വായിച്ചോ? 4 മുതൽ അധ്യായം മുതൽ 10 വരെ ഇവരുടെ കുറ്റങ്ങളെക്കുറിച്ച് ഇവർക്കുണ്ടാകുന്ന ജഡ്ജ്മെൻറ്റും ഒക്കെ പറഞ്ഞിട്ട് 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. 12-ാം അധ്യായം 5 മുതൽ 6 വരെയൊക്കെ, 5 മുതൽ 6-ലൊക്കെ നമ്മൾ ഒത്തിരി ന്യായവിധിയുടെ വാക്കുകളൊക്കെയും കേൾക്കുന്നുണ്ട്. ഇനി നിങ്ങൾ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വായിക്കുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വാക്യമാണ്. 3-ാമത്തെ വാക്യം തൊട്ട് ഞാൻ വായിക്കാം. ഞാൻ എഫ്രൈം എന്ന് പറഞ്ഞ ഇസ്രായേൽ തന്നെയാണ്, എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു. ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്തു, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കിയെന്ന് അവരറിഞ്ഞില്ല. ഞാനാണ് അവരെ പഠിപ്പിച്ചത്, നേരത്തെ മുതലേ ഞാൻ അവരെ ശീലിപ്പിച്ചത്. അവരെ ഞാൻ കരങ്ങളിലെടുത്തു, അവരെ ഞാൻ സൗഖ്യമാക്കി. ഞാനാണെന്ന് അവർക്ക് അറിയാൻ പറ്റിയില്ല. മനുഷ്യവാസങ്ങൾ കൊണ്ട്, സ്നേഹബന്ധനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവരെ വലിച്ചു. ന്യായവിധിയൊക്കെ പറഞ്ഞ പ്രവാചകൻ പറയുവാണ്, ഞാൻ എന്ത് ചെയ്തു? ദൈവം പറയുന്നു, ദൈവം എന്ത് ചെയ്തു? മനുഷ്യ പാശങ്ങൾ കൊണ്ട്, സ്നേഹബന്ധനങ്ങൾ കൊണ്ട്. എന്ത് സ്നേഹബന്ധനം എന്ന് പറയുന്നത്? ബാൻഡ്സ് ഓഫ് ലവ്. I led them with the cords of kindness, with the bands of love. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചരട് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാനിങ്ങനെ വലിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് താഴോട്ട് പറയുന്നു, ഞാൻ അവരുടെ താടിയലിന് മേലെ നുകം നീക്കിക്കളയുന്നവനെ പോലെ ഞാൻ അവർക്കായിരുന്നു. ഞാൻ അവർക്ക് തീനിട്ട് കൊടുത്തു. അവർ മിസ്രൈം ദേശം മടങ്ങിപ്പോകുകയില്ല, എന്നാൽ മടങ്ങി വരുവാൻ അവർക്ക് മനസ്സിലായിക്കൊണ്ട്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ താഴോട്ട് പറയുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർന്ന് പോകുന്നതാണ് ഈ ദൈവത്തിൻ്റെ നീതി പ്രകാരമുള്ള ഈ ചെറിയ ചെറിയ പണിഷ്മെൻറ്റ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ ന്യായവിധി എന്ന് പറയുന്നത്. അല്ലാതെ ദൈവം ക്രൂരനായതുകൊണ്ടല്ല. ദൈവത്തിന് അങ്ങനെ പറ്റുകയുള്ളൂ. ഒരു കാര്യം ഓർക്കുക, ആരെങ്കിലും ഓർക്കുക, അയ്യോ ദൈവം എന്നെ അങ്ങ് എന്തോ നിങ്ങൾക്ക് തോന്നി ദൈവം എന്നെ ഒന്ന് മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ മോൾഡിങ് നല്ലതാണ്. ദൈവത്തോട് പറയാൻ ചേർന്ന് നിൽക്കാൻ, ദൈവമേ കോട്ട്സ് ഓഫ് ലവ് ഇട്ട് ആ സ്നേഹത്തിൻ്റെ ആ ചരട് കൊണ്ട് നമ്മളെ വീണ്ടും വലിച്ചുകൊണ്ടിരിക്കുക. നമ്മളങ്ങനെ സ്നേഹിക്കുന്നവനായ ഒരു ദൈവം. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. കാണുന്നതെല്ലാം ദൈവത്തിൻ്റെ ന്യായവിധിയാണ് ചിന്തിക്കല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് മറ്റൊരു ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അങ്ങനെയല്ല. എന്നാൽ സിൻസിനൊരു കോൺസിക്വൻസ് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പാപത്തിന് എപ്പോഴും ഒരു കോൺസിക്വൻസ് ഉണ്ട്. അതാണ് എൻ്റെ കാര്യം. അത് നമുക്ക് മാറ്റിവെക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ വഴികളിൽ തന്നെയും സഞ്ചരിക്കുവാൻ അവനോട് ചേർന്ന് നടക്കേണ്ടത്. അടുത്തൊരു കാര്യം, ഗോഡ് ഡിസൈഡ്സ് എ ഹോൾ ഹാർട്ടഡ് റിലേഷൻഷിപ്പ്. ദൈവം എപ്പോഴും ഒരു ഹൃദയംഗമായ ബന്ധമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളതിൻ്റെ 6-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 6-ന്റെ 3, അത് കഴിഞ്ഞിട്ട്
പിന്നെ 4:6 ഒന്ന് വായിക്കാം. 6:3 വായിച്ചാട്ടെ. 6-ാം അധ്യായം 3-ാമത്തെ വാക്യം. യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. നാം അറിഞ്ഞു കൊള്ളുക. യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. അറിയുവാൻ ഉത്സാഹിക്കുക. ദൈവത്തെ എന്ത് ചെയ്യണം? അറിയണം. ഇനി ഹോശേയ 4:6 കൂടെ ഒന്ന് വായിച്ചോട്ടെ. 4:6. പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കുക കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാത്ത വിധം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. മൈ പീപ്പിൾ ആർ ഡിസ്ട്രോയിഡ് ഫോർ ലാക്ക് ഓഫ് നോളജ്. ഇവിടെ ഈ നോളജ് എന്ന പദം ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായത്, യാദ എന്ന് പറയുന്ന ഒരു ഹീബ്രു വേർഡ്, അതിന് പ്രൈസ് എന്നൊക്കെ അർത്ഥമുണ്ട്. എങ്കിൽ അതിൻ്റെ ഒരു വേറൊരു അർത്ഥം എന്ന് പറയുന്നത് ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള നോളജ്. ബുദ്ധിയിലുള്ള നോളജിനേക്കാളും എന്തുവാ? ദൈവത്തെ വളരെ ആഴത്തിൽ അറിയുന്നൊരു നോളജ്. ദൈവത്തെയുള്ള നമ്മുടെ ബന്ധം എന്തായിരിക്കണം? ഹൃദയംഗമായ ബന്ധമാണ്. ദൈവം എന്തുകൊണ്ടാണ് ഈ പ്രവാചകനിൽ കൂടെ ഇങ്ങനത്തെ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ കാണിക്കുന്നത്, ഇങ്ങനത്തെ ഒബ്ജക്റ്റ് ലെസൺസ് ഒക്കെ പഠിപ്പിക്കുന്ന? ദൈവം പറയുമോ, നിങ്ങളെന്ന് പറയുന്നത് എൻ്റെ ഭാര്യയായിരുന്നു അല്ലേ, നിങ്ങൾ എൻ്റെ വധുവാ, പക്ഷെ നിങ്ങൾ തെറ്റിപ്പോയി. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു ബന്ധം പോലത്തെ ഇൻറ്റിമേറ്റായിട്ടുള്ള ബന്ധമാണ് ദൈവമായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ടത്. അപ്പം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അറിവെന്ന് പറയുന്നത്, ആ ബുദ്ധിയിലുള്ള അറിവ് നമുക്ക് ദൈവത്തെക്കുറിച്ച് വേണം, ശരിയായ പരിജ്ഞാനമൊക്കെ നമുക്ക് വേണം, അത് തെറ്റിപ്പോകരുത്. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് ആഴത്തിൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധത്തിനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം മുഴുവൻ അങ്ങനെയാണ്, നമുക്കൊന്ന് അടുത്ത് ക്ലോസ് ആയിട്ട് ദൈവഹൃദയത്തിൻ്റെ വേദനകളെയും നൊമ്പരങ്ങളെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു ബന്ധം. അവസാനമായിട്ട് ഒരു കാര്യങ്ങൾ കൂടെ. ഗോഡ്സ് ഡിസിപ്ലിൻ ഈസ് ഫോർ റിപ്പൻഡൻസ് ആൻഡ് റെസ്റ്റോറേഷൻ. ദൈവം നമ്മളെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ചെയ്യുന്നത്, നമുക്കുള്ള റിപ്പൻഡൻസ്, മാനസാന്തരവും ഒരു പുനഃസ്ഥാപനത്തിനും വേണ്ടിയാണ്. നമ്മൾ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, ഏറ്റവും അവസാനം അധ്യായം വരുമ്പോൾ, ദൈവം ഹോശേയയിൽ കൂടെ ജനങ്ങളെ വിളിക്കുക, മടങ്ങി വരാനായിട്ടുള്ളൊരു വിളിക്കുക. ഇപ്പോൾ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി. അവരുടെ ജീവിതത്തിൽ അവരുടെ തെറ്റിൻ്റെ ആ ഒരു പരിണിത ഫലമൊക്കെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹോശേയ ഇങ്ങനെ പറയുന്നു, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങളുടെ അതരാർപ്പണമായ കാളകളെ അർപ്പിക്കും. മറ്റ് സാക്രിഫൈസ് ഒന്നുമല്ല, ഒരു കൺഫെഷൻ്റെ സാക്രിഫൈസ്. കാളകളെ അറക്കുന്ന ആ ഒരു സാക്രിഫൈസ് അല്ല, എന്നാൽ ഒന്ന് ഏറ്റു പറയുന്ന ഒരു അനുതാപത്തിൻ്റേത്. നമ്മൾ ഈ വേദപുസ്തകം നോക്കുകയാകുമ്പോഴത്തേക്ക് മാനസാന്തരത്തിന് വലിയ പ്രാധാന്യതയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ പ്രസംഗം എന്തുവായിരുന്നു? കാലം തികഞ്ഞു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോഴും അപ്പോഴും കർത്താവിന് പറയാനുള്ളത് മാനസാന്തരത്തെക്കുറിച്ച് മാത്രമാണ്. എഫേസ്യ സഭയോട് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയുന്നു, എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ നിന്നു വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. കർത്താവിന് ആദ്യവും അവസാനവും എപ്പോഴും പറയാനുള്ളത് റിപ്പൻറ്റ്, വീണ്ടും വരിക, വീണ്ടും കർത്താവിൻ്റെ അടുത്തോട്ട് തെറ്റിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വരിക. ഒരു ബ്രോക്കൺനെസ് നമ്മളിൽ നിന്ന് കുറഞ്ഞു പോകരുത്. ബ്രോക്കൺനെസ് ഉള്ള ഹൃദയത്തെ ദൈവം ഒരിക്കലും നിരസിക്കത്തില്ല. തകർന്നു നുറങ്ങിയ ഹൃദയത്തെ ദൈവം ഒരിക്കലും നിരസിക്കുന്നില്ല. അങ്ങനത്തെ ഒരു തകർച്ചയാണ് നമ്മളെ ദൈവത്തോട് വീണ്ടും അടുപ്പിക്കുന്നത്. മാത്രമല്ല, ഈ ഇസ്രായേലിനെ റിപ്പൻറ്റ് ചെയ്ത ഇസ്രായേലിനെ റെസ്റ്റോർ ചെയ്തു, പുനഃസ്ഥാപിച്ചു. ആ പുനഃസ്ഥാപിച്ചതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ വളരെ മനോഹരം. ഞാനിത് കഴിഞ്ഞ ദിവസം ഓഡിയോ ബൈബിളിൽ കേട്ടപ്പോഴത്തേക്ക് അദ്ദേഹം വളരെ ഡ്രമാറ്റിക്കായിട്ട് ആ ലൈനുകൾ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ ഉള്ളങ്ങ് ഒത്തിരി തുടിച്ചു. ഇങ്ങനെയാണ് 5 മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്:
ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കും. അവൻ താമര പോലെ പൂത്ത് ലബനോൻ വനം പോലെ വേരൂന്നും. അവൻ്റെ കൊമ്പുകൾ പടരും. അവൻ്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിൻ്റെ ഭംഗി പോലെയും അവൻ്റെ വാസന ലെബനോൻ്റേതുപോലെയും ഇരിക്കും. അവൻ്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അവൻ്റെ കീർത്തി ലെബാനോനിലെ വീഞ്ഞിൻ്റേതുപോലെ ഇരിക്കും. I will be like the dew to Israel. He shall blossom like the lily. He shall take root like the trees of Lebanon. നമ്മളെ ഈ പുനഃസ്ഥാപിച്ച് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, എനിക്ക് അത് കുറച്ചും കൂടെ മനോഹരമാണ്. ചിലപ്പോൾ അന്നത്തേനേക്കാളും മനോഹരമായിരിക്കാം. നമ്മളെ പുനഃസ്ഥാപിച്ച് കൊണ്ടിരുന്ന ആ ഒരു അനുഭവം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം പോയി. നമ്മൾ ദൈവവുമായിട്ട് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളൊക്കെ അത് കുറച്ചും കൂടെ ആഴത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് എന്തൊക്കെ അത് മുഖാന്തരം നഷ്ടപ്പെട്ടു പോയോ അതെല്ലാം തിരിച്ചു തരുന്ന ഒരു റെസ്റ്റോറേഷൻ്റെ ദൈവവും കൂടെ നമ്മുടെ ദൈവം. നമ്മൾ മാനസാന്തരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യും. അങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ചർച്ചിൻ്റെ ഈ ഒരു ആനിവേഴ്സറിയുടെ ഈ ഒരു സൺഡേയിൽ നമ്മൾ ദൈവത്തെ മറന്നു പോകാതിരിക്കുക. ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, വ്യവസ്ഥകൾ വെക്കാതെ നമ്മളെ വീണ്ടും വീണ്ടും മാടി വിളിക്കുന്നവനായ ഒരു ദൈവം. ആ ദൈവം ഇന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൈവത്തോട് നമുക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടതുണ്ട്. ദൈവം ജസ്റ്റായ ദൈവമായതുകൊണ്ട്, നീതിമാനായ ദൈവമായതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ തെറ്റുകൾക്കൊക്കെ ചില കോൺസിക്വൻസസ് ഒക്കെ ഉണ്ട്. എങ്കിലും ആ കോൺസിക്വൻസസ് അതിലൂടെ നശിപ്പിച്ച് കളയും ദൈവമല്ല. വീണ്ടും അതിനപ്പുറത്തേക്ക് കരുണ കാണിക്കുന്ന, കരുണയോടെ വീണ്ടും നമ്മളെ വിളിക്കുന്നവനായ, ആ സ്നേഹം നൽകുവാൻ വീണ്ടും ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ദൈവം നമ്മളുമായിട്ട് ആഴത്തിലുള്ളൊരു ബന്ധം, ഏറ്റവും ഇൻറ്റിമേറ്റഡ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മൾ റിപ്പൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ പുനഃസ്ഥാപിക്കുന്നവനായൊരു ദൈവം, നമ്മളിൽ നിന്നൊരു മാനസാന്തരവും ഒരു രൂപാന്തരവും ആഗ്രഹിക്കുന്നവനായ ഒരു ദൈവം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ്